ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പതിവ് പോലെ തന്നെ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഡേ തന്നെയാണ്. അപ്പോൾ ഇന്ന് വീക്ക് ഡേ ആണ്. അപ്പോൾ ഓഫീസുണ്ട്, അതുപോലെ തന്നെ സ്കൂളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് വീഡിയോ തന്നെയാണ്. റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്തു പോകുന്നില്ല. പിന്നെ കിച്ചണിലെ കുറച്ച് വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മോർണിംഗ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീക്ക് ഡേയ്സിൽ നമുക്ക് കുക്കിങ്ങൊക്കെ ഉള്ള ദിവസം അതിരാവിലെ തന്നെ കിച്ചണിൽ കയറാറുണ്ട്. ഇത് രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ കിച്ചണിൽ കയറി കുറച്ച് ചിക്കൻ കറി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ലഞ്ചിനും വേണമെങ്കിൽ ഡിന്നറിനും ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ കുറച്ച് മുന്നേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഒരു 1 hour ഒക്കെ മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചതിന് ശേഷം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ സവോള ആ ഒരു മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായി. നമ്മുടെ ചിക്കൻ കറി എന്ന് പറയുന്നത് ഏകദേശം സെറ്റായി. ഞാൻ ഇന്ന് സെമി ഗ്രേവിയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. ഒരുപാട് ഗ്രേവി നീട്ടുന്നില്ല. ഇപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഒരു 10 minutes ഒന്ന് അടച്ചു വെച്ച് വെന്തതിന് ശേഷം ആവശ്യത്തിന് തിളച്ച് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം കറി കുറച്ച് നേരം, ചിക്കനൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ മട്ടൺ ബീഫ് എന്നൊക്കെ പോലെ ഒരുപാട് നേരം വേവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു 15-20 minutes ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആവുമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ലഞ്ചിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കറി റെഡിയാക്കുകയാണ്. പിന്നെ ചിക്കൻ കറിയുടെ കൂടെ ഇന്ന് എടുക്കുന്നത് നൈസ് പത്തിരിയാണ്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ വീക്ക് ഡേ ആയപ്പോഴത്തേനും നമ്മൾ കുക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ വീക്കെൻഡ്സിൽ നമ്മൾ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫ്രഷായിട്ട് വീക്ക് ഡേ ആയപ്പോഴത്തേനും നമ്മൾ ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് റെഡിയാക്കുകയാണ്. അപ്പം ചൂടുവെള്ളം ഒഴിച്ചു. കുറച്ച് കൂടുതൽ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് ഇത് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒരു 15-20 minutes വേവട്ടെ. അത്യാവശ്യം കുറച്ച് പീസസൊക്കെ കുറച്ച് മീഡിയം പീസ്, കുറച്ച് വലിയ പീസുകളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് പതിയെ സ്ലോ കുക്ക് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെമി ഗ്രേവി ആയിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നൈസ് പത്തിരി നമ്മൾ ഓരോന്നായിട്ട് ചുട്ട് കാസ്ട്രോളിലേക്ക് അടുക്കുകയാണ്. ഇപ്പം അപ്പം, ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ കാസ്ട്രോളിൽ ചുട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എണ്ണി പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങ് ഡയറക്റ്റ് കഴിക്കണം. പക്ഷേ നൈസ് പത്തിരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടോട് കൂടിയിട്ട് കാസ്ട്രോളിലേക്ക് ചുട്ട് മാറ്റുകയാണ്. പിന്നെ ചായയും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ ചിക്കൻ കറി കണ്ടാൽ അറിയാം, വളരെ തിക്കായിട്ടുള്ള ഒരു ഗ്രേവി, ഒരു സെമി ഗ്രേവിയിലാണ്, കുറച്ച് പെരളനായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിന്ന് കൊക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ എടുത്തിട്ടുമില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ കഴിക്കും, ചില ദിവസങ്ങളിൽ ഇങ്ങനെ കഴിക്കും. അങ്ങനെ നമുക്ക് ഓരോ ദിവസം ഓരോ തോന്നുന്ന രീതിയിൽ. അപ്പോൾ ഇന്ന് തേങ്ങാപ്പാലൊന്നും എടുക്കാനായിട്ടോ ഒന്നും തോന്നിയില്ല. അപ്പോൾ ഇന്നിതാ എനിക്ക് വേണ്ടിയിട്ടുള്ള, അപ്പം ഇക്കായ്ക്കും സാറായ്ക്കും വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവരെടുത്ത് കഴിച്ചു. അതിനുശേഷം എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുകയാണ്. ഞാനിതാ ഒരു മൂന്ന് നൈസ് പത്തിരിയും 1 കപ്പ് ചായയും പിന്നെ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയും. അപ്പോൾ ചിക്കൻ കറി എന്ന് പറയുന്നത് നല്ല ഒരു തിക്കായിട്ടാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സവോളയും അതുപോലെ തന്നെ തക്കാളിയും ഗ്രീൻ ചില്ലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ല വെന്തലിഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ അത്യാവശ്യം വലിയൊരു ടൊമാറ്റോയാണ് ചേർത്തത്. അതുപോലെ തന്നെ സവോളയെന്ന് പറയുന്നത് അത്യാവശ്യം മുഴുപ്പുള്ള ഒരു 3 സവോളയൊക്കെയാണ് ചേർത്തത്. പക്ഷേ അത് നല്ല വെന്ത് അലിഞ്ഞ് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം സ്ലോ കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പിന്നെ അതനുസരിച്ച് പിന്നെ നമ്മൾ ചിക്കൻ കറി ഉലുവ പൊട്ടിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഉലുവ പൊട്ടിച്ചിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വയറിനും നല്ലതാണ്. പിന്നെ കറിക്കും ഒരു നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ കോക്കനട്ട് ഓയിലാണ് റെഡിയാക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഒരു മുസമ്പി
കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ ലഞ്ചെന്ന് പറയുന്നത് വിഘ്നയാണ്. അപ്പോൾ ഇക്കായൊന്നും ചോറ് കഴിക്കാനില്ല. അപ്പം ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ്. അപ്പം എനിക്ക് കഴിക്കാൻ തോന്നിയ കറികളൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ്. അപ്പം ഞാനിതാ വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി വറുത്ത് കോരിയതിന് ശേഷം ഞാനിതാ ആവശ്യത്തിന് പുളിയും ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ട് ഒരുപാട് നന്നായിട്ടല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നമ്മുടെ വത്തൽമുളക് ചമ്മന്തിയാണ്. അപ്പോൾ ഒരുപാടത് അരഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചൂട് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കാച്ചി വെച്ചിരിക്കുന്ന മോര്, ഫ്രിഡ്ജിൽ ഓൾറെഡി നമ്മൾ കുറച്ച് മോര് കാച്ചി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല എളുപ്പമുണ്ട്, നല്ല സുഖമുണ്ട് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ചൂട് ചോറിലേക്ക് നമ്മൾ കാച്ചിയ മോരൊഴിച്ചു. പിന്നെ ഇതാ തോരൻ, ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരൻ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്. അപ്പം തോരൻ വെജിറ്റബിളായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാബേജ് തോരൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വത്തൽ മുളക് ചമ്മന്തിയും എടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വേറെ പ്രത്യേകിച്ച് നോൺ വെജായിട്ട് അധികം ഒന്നും എടുക്കുന്നില്ല. പിന്നെ രാവിലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്, അതെനിക്ക് അത്ര കാര്യമായിട്ട് കൂട്ടാൻ തോന്നിയില്ല. എങ്കിലും ഞാൻ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി കുറച്ചെടുത്തിട്ട് ഞാൻ അതും കൂടി ഈ ലഞ്ചിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് കഴിക്കാനൊന്നും തോന്നിയില്ല. കാര്യം എന്താ വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വത്തൽമുളക് ചമ്മന്തിയും മോര് കാച്ചിയതും ഒക്കെ ഉള്ളപ്പോഴത്തേനും നമുക്ക് ഈ നോൺ വെജ് എടുക്കാനൊന്നും തോന്നിയില്ല. എങ്കിലും ചിക്കൻ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ആയതുകൊണ്ട് മോര് കാച്ചിയതിൻ്റെ കൂടെ കുറച്ച് ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും മോര് കാച്ചിയതും ചിക്കൻ കറിയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കറിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചോറ്, അതിലേക്ക് മോര് കാച്ചിയത്, നല്ല തിക്കായിട്ട് കാച്ചി വെച്ചിരിക്കുന്ന മോരാണ്, കുറച്ച് മോര് കാച്ചിയത്. പിന്നെ വത്തൽമുളക് ചമ്മന്തി, കുറച്ച് വത്തൽമുളകും അതുപോലെ തന്നെ ഉള്ളിയും പുളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് നല്ല വെളിച്ചെണ്ണ ഒക്കെ ലാസ്റ്റ് ചാലിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളി വത്തൽമുളക് ചമ്മന്തി. പിന്നെ നമ്മുടെ ചിക്കൻ കറി, ക്യാബേജ് തോരൻ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ പപ്പടം ഒന്നും പൊരിച്ചില്ല, കാരണം ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഒരു ചെറിയ പീസ് കേക്ക്, അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് അവളുടെ ബർത്ത്ഡേ കേക്ക് തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം സാറാക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ കാര്യങ്ങളോ ഒക്കെ കഴിക്കണം എന്ന് തോന്നി ഈവനിങ് ആയപ്പോൾ. അപ്പോൾ സാറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തന്നെ കുറച്ച് കുക്കീസും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അപ്പോൾ ഞാനും മക്കളും കൂടെ ചേർന്നിട്ട് വൈകുന്നേരം ഇത് കഴിച്ചു. പിന്നെ രാത്രിയല്ല, ഒരു ഈവനിങ്ങോട് കൂടിയിട്ട് ഗ്രിൽ ചിക്കൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രിൽ ചിക്കനും അതുപോലെ തന്നെ 2 വീറ്റ് ബ്രെഡും ആണ് നമ്മൾ വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6:37 കൂടിയിട്ട്. അപ്പോൾ വീറ്റ് ബ്രെഡും അതുപോലെ തന്നെ ഗ്രിൽ ചിക്കനും പിന്നെ ഒരു സവോള എടുത്തിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത്. ഇതിലേക്ക് ഞാൻ വിനേഗറോ അതുപോലെ തന്നെ സാൾട്ടോ ഒന്നും ഇട്ടിട്ടില്ല. ഡയറക്റ്റ് എനിക്കിതുപോലെ തന്നെ ചിക്കൻ ഫ്രൈക്ക് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചിക്കൻ ഐറ്റംസിനൊക്കെ ഇതുപോലെ ഓണിയൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരം കഴിച്ചു. വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം മക്കളും അടുത്തിരിപ്പുണ്ട്. അപ്പോൾ അവർക്കും ഞാൻ ഈ ബ്രെഡും ചിക്കനും സവോളയൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇത് കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു സ്പെഷ്യൽ മസാലയൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രില്ല് ചിക്കൻ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ വീറ്റ് ബ്രെഡാണ് നമ്മൾ കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ മൈദ ബ്രെഡ് മാറ്റിയിട്ട് വീറ്റ് ബ്രെഡ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഡിന്നർ ടൈം ആയപ്പോഴത്തേനും ഞാൻ ഡിന്നറിന് വേണ്ടി എടുത്തിരുന്നത് 2 ഇടിയപ്പവും പിന്നെ ബീഫ് റോസ്റ്റുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക് ഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ നമുക്ക് ഈവനിങ് ഫുഡ് കഴിക്കാനും ഡിന്നറിനൊന്നും വീട്ടിലില്ല. ഇക്കയുടെ ഒരു കസിൻ നമ്മൾ ദുബായിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കായും കസിനും കൂടി പുറത്താണ്. അപ്പോൾ ഞാനും മക്കളും കൂടിയിട്ടാണ് വീട്ടിൽ ഫുഡ് അടിക്കലും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.